ഹലോ മുത്തോണികളെ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ 10 ഏക്കർ മൈതാനിയാണ്. മൈതാനം 10 ഏക്കർ മൈതാനം 2 ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇനി ഈ പള്ളി കാണുന്നുണ്ടാ, ഈ പള്ളിയുടെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോകുന്ന ആൾക്കാർ. ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡും ഒരു മൈതാനമുണ്ട്. ഈ മൈതാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ പിന്നെ ഈ മണ്ണൊക്കെ ഇട്ട്, മണ്ണല്ല ഇങ്ങനെ കട്ടിയുള്ള തറയൊക്കെ ആക്കി ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് ഒരു ബിൽഡിങ് കാണുന്നുണ്ടോ? ആ ഒരു ബിൽഡിങ്, ഈ ഒരു ബിൽഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിയതാണ്, പുതിയതായിട്ട് പുതുക്കിയതാണ്. നേരത്തെ ഞാൻ ഒരു വീഡിയോയിലും ഇതേ കണക്ക് പള്ളി പുതിയതായിട്ട് കെട്ടി എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പുതിയതായിട്ടല്ല, പുതുക്കി പണിതു എന്നുള്ളതാണേ. അപ്പോൾ ഇത് നേരത്തെ അവിടെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ പുതുക്കി പണിത് എന്താക്കിയെന്നറിയാമോ? ക്രൈം ബ്രാഞ്ചിൻ്റെ ആസ്ഥാനമുണ്ട്. നമ്മൾ ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ. ക്രൈം ബ്രാഞ്ചിൻ്റെ ആസ്ഥാനം ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്. കണ്ട, ഞാൻ യഥാർത്ഥത്തിൽ എന്ത് പറയാനാണ് വന്നതെന്നറിയാമോ? ഞാനിപ്പോൾ പൂന്തറയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂന്തറയിൽ പോയിട്ട് പിന്നെ തിരിച്ച് വരുന്ന വഴിയിൽ സാധാരണഗതിയിൽ നമുക്കെല്ലാവരെയും അറിയാം, എല്ലാവരുടെ അടുത്തും ഞങ്ങൾ സംസാരിക്കും ഒക്കെ ആണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ വയ്യാതായതിന് ശേഷം ഇങ്ങനെ അദ്ദേഹത്തിന് ഒട്ടും നടക്കാൻ വയ്യാത്ത സമയത്ത് പോലും ഞാൻ അദ്ദേഹത്തിനെ ആട്ടയിലിരുത്തി ഇങ്ങനെ ആട്ടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരാളിങ്ങനെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തിന് എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോകും. പിന്നെ പതുക്കെ ഓട്ടയിൽ നിന്ന് മാറ്റി വണ്ടിയിൽ കയറുന്ന ഒരു ചുറ്റുപാടാക്കി. വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ കൊണ്ടുപോകും. ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ പൂന്തറയിൽ ഒരു സ്ഥലമുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ, പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ സ്ട്രോക്ക് വന്ന ഒരു ആളുണ്ട്. ആ ആളിങ്ങനെ ഒരു ലോട്ടറി കച്ചവടമൊക്കെ ചെയ്ത് അവിടെ ഒരിടത്ത് ഇരിക്കും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വയ്യാതെ ഒരു സൈഡ് ഇങ്ങനെ ഏന്തിയാണ് പോകുന്നത്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരം മുഴുവൻ തളർന്ന് കിടന്ന ഒരാളല്ല. ഒരു ഭാഗം, അതായത് തലയുടെ ഒരു സൈഡിൽ ബ്ലഡ് പൊട്ടിത്തെറിച്ച്, ബ്ലഡിൻ്റെ വെയിന് പൊട്ടിത്തെറിച്ച് പിന്നെ ആ ഒരു സൈഡ് മൊത്തം തളർന്നു പോയി എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ചിറി എന്ന് പറയണത് ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്നത് തന്നെ കുഴകുഴാന്ന്. അത് ട്രക്യോസ്റ്റോമിയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ സംസാരിക്കാൻ കഴിയൂലായിരുന്നു. 2.5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സംസാരിച്ചു തുടങ്ങിയത്. അതുവരെ ഊമ്മയെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വശമാണ് തളർന്നു പോയത്. അതായത് മറ്റേ കൈയും കാലും ഇങ്ങനെ കാലൊക്കെ അനക്കാനായിട്ട് സാധിക്കും. എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഇവിടെ ആണെങ്കിൽ വണ്ടിയുടെ സൗണ്ടാണ്, എന്നാലും പറയാം. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ അന്ന് എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ കാണുമ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് നേരത്തെ സ്ട്രോക്ക് വന്നതാണ്, ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് ഒരു ഫിസിയോതെറാപ്പി സെൻ്ററുണ്ട്, അവിടെ പോയി ഇങ്ങനെ ഫിസിയോ ചെയ്യും, അങ്ങനെയാണ് ഞാനിങ്ങനെ നടക്കുന്ന ഒരു കണ്ടീഷനിലെത്തിയത്. നടക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ നടക്കുന്ന ഒരു കണ്ടീഷനൊന്നും അല്ല, ഒരു വടി കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കും. അയാൾ ലോട്ടറി വിൽക്കാനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം കുറേ നാളുകളായി അയാളെ കാണാനില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് അവിടെ കണ്ട ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറയണം, ആ പുള്ളിക്കാരൻ മരണപ്പെട്ടുപോയി എന്ന്. ഞാനിങ്ങനെ ഭയങ്കര എന്ത് പറയണം എന്ന് എനിക്ക് പറ്റുന്നില്ല, എന്ത് പറയണം എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതായത് കുറേ നാൾ ഞങ്ങളിങ്ങനെ സമാധാനിപ്പിച്ച ഒരു മനുഷ്യനാണ്. അതായത് അതൊക്കെ ശരിയാവും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരന് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ഇരുന്നത് പോലെ, എൻ്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര റെസ്റ്റ് എടുത്ത ഒരാളാണ്, നല്ല കെയറിങ് കിട്ടിയ ഒരാളാണ്. പക്ഷെ ആ മനുഷ്യനെന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് നടു റോട്ടിൽ വെയിലായാലും മഴയായാലും അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കൂടി ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. പക്ഷേ ആ പുള്ളിക്കാരൻ അങ്ങനെ മരണപ്പെട്ട് എന്നറിഞ്ഞപ്പോൾ എന്തോ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര വേദന.